സംഖ്യകളിൽ ഒന്നായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമല്ല, ഒരു ഒപ്പീനിയൻ ബിൽഡേഴ്സ് ആയിട്ടുള്ള മീഡിയ കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ TB ദിനാചരണത്തിൻ്റെ സന്ദേശം നൽകുമ്പോൾ ഉള്ള പത്രക്കുറിപ്പുകളൊക്കെ വളരെ വിശദമായിട്ടും വളരെ അതിൻ്റെ സാരാംശം നഷ്ടപ്പെടാത്ത രീതിയിലും നല്ല റീച്ചുള്ള പേജുകളിൽ നൽകിയതും നിങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിഷ്വൽ മീഡിയാസിലും അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളായി പോകുന്ന കുഞ്ഞു സ്റ്റാറ്റസ് ബൈറ്റ്സ് ആയിട്ടും എല്ലാം തന്നെ നമ്മളുടെ എല്ലാ ന്യൂസേഴ്സും അങ്ങനത്തെ എല്ലാ ഓൺലൈൻ മീഡിയാസും വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ദിനാചരണത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ടാഗുകൾ എടുത്തൊന്ന് വായിക്കുക, എല്ലാവരും ഒന്ന് ടാഗ് എടുത്തൊന്ന് വായിക്കണം. ഇതിനകത്ത് യെസ് വി ക്യാൻ എൻ TB അല്ലേ, യെസ് വി ക്യാൻ എൻ TBയുടെ അടിയിൽ ഒരു 3 കുഞ്ഞ് സാധനം എഴുതിയിട്ടുണ്ട്. എന്താണ്? കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. നമുക്ക് തീർച്ചയായും TB അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ. ഒരു കാലഘട്ടത്തിൽ പ്രണയ സിനിമകളിൽ ഒന്നെങ്കിൽ വിഷാദകാമുകൻ അല്ലെങ്കിൽ കാമുകി മരണപ്പെടുന്ന TB വെച്ചിട്ടാണ്. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇപ്പം അത് ക്യാൻസറിലേക്കും പിന്നെ വായിക്കൊള്ളാത്ത കുറേ അസുഖങ്ങൾ പേരിലേക്കും മാറാനുള്ള കാരണം തിരക്കഥാകൃത്തുകൾക്ക് കൃത്യമായി അറിയാം TBക്ക് ഇപ്പം ചികിത്സ ഉണ്ട്, ജനങ്ങൾക്കും അതറിയാം. അപ്പം TB കൊണ്ട് മരിച്ചു എന്ന് പറയുന്നത്, പക്ഷേ എന്ന് വെച്ചാലും വയനാട്ടിൽ സിനിമയിലോ TB കൊണ്ട് മരിക്കണില്ലേ? ഉണ്ട്. ആരാണ് മരിക്കുന്നത്? ലേറ്റായി TB കാണുന്ന ആളുകൾ, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സയ്ക്ക് മുന്നോട്ട് വരാത്തവർ, അതുപോലെ മറ്റ് രോഗങ്ങൾ ബാധിതരായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ മാൽന്യൂട്രീഷൻ ഉള്ളവർ, അത് സബ്സ്റ്റൻസ് അബ്യൂസിനടക്കം കൃത്യമായി നമ്മൾ ഉന്നതികളിലൊക്കെ റോളുണ്ട്. ഒരു കൃത്യമായ വെൽ ഡെവലപ്ഡ് ആയിട്ട് ഒരു അഡൾട്ടിന് 25 കിലോ ഒന്നും അല്ല വേണ്ടത്, നമുക്കറിയാം. പക്ഷെ പല ഉന്നതിയിൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള തീർത്തും മാൽനറിഷ്ഡ് ആയിട്ടുള്ള അഡൾട്ട് പോപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൽ ഇപ്പോഴത്തെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ലഹരി വിരുദ്ധ പ്രക്രിയകൾക്ക് ജനപ്രതിരോധ പരിപാടികൾക്ക് കൂടി ഇതിലൊരു പങ്കുണ്ട്. കാരണം ലഹരി നമുക്കറിയാം, ലഹരിക്ക് അടിപ്പെട്ടവർക്ക് ഭക്ഷണത്തിനോട് ആപ്പറ്റൈറ്റ് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അവരിൽ പല രീതിയിലും മാൽനറിഷ്മെൻ്റ് ഉണ്ടാവും, രോഗങ്ങൾക്കുള്ള വഴിവാതിൽ തുറക്കുകയും ചെയ്യും. ഞാൻ അധികം നീട്ടുന്നില്ല. നേരത്തെ സാറ് പറഞ്ഞാൽ സബ്ജക്റ്റ് എക്സ്പെർട്ട് ഇവിടെയുണ്ട്, ഒന്നല്ല 2 ആളുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ കാര്യങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്കിനുള്ള സമയം കൂടി വേണം. പക്ഷേ ഇന്നത്തെ സന്ദേശത്തിനെ പറ്റി പറയുമ്പോൾ ഇക്കാര്യം പ്രതിപാദിക്കാതെ ഇത് നിർവഹമില്ല. മീഡിയയുടെ വലിയൊരു ഉത്തരവാദിത്വം ഇതിലുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളുടെ TB പേഷ്യൻസിനകത്ത് പ്രമേഹവും HIV രോഗബാധയ്ക്ക് സാധ്യത കൂടുതലാണ്. തിരിച്ചു നമ്മൾ അവരെ തന്നെ ഏതാണ്ട് 100% അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്യുന്ന 4 ജില്ല എടുത്ത് അതിലൊന്ന് എപ്പോഴും വയനാടാണ്. എന്നാൽ പോലും ഇനിയും നമ്മൾ എത്തിപ്പെടാത്ത മേഖലകൾ ഉണ്ടാവാം. നമ്മൾ ഏറ്റവും ഭയത്തോടെ കാണുന്നത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇവിടെ വരുന്നവരിലുള്ള നമുക്ക് ഇനിയും പിടിയിൽ കിട്ടാനുണ്ട്. വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന നാനാത്വത്തിനകത്തുള്ള ഭാരതത്തിൽ നമുക്ക് സത്യം പറഞ്ഞ അതിരുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അവരെല്ലാം തന്നെ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടു കൂടി മൈഗ്രൻ്റ് ക്യാമ്പ്സിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ആരോഗ്യവകുപ്പ് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. രാത്രി 8 മണി മുതൽ തുടങ്ങുന്ന മിസ്റ്റ് എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ക്യാമ്പുകൾ, അതിന് നമ്മൾ പോകുന്നതിന് DLO ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട DMO നേതൃത്വം നൽകുന്ന ഒരു വൻ ടീം തന്നെ പോകുന്നുണ്ട്. നമുക്ക് വിവിധങ്ങളായ രോഗങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ പറഞ്ഞ ആളുകളിലേക്കുള്ള ഒരു ഫോണറ്റിക് കണക്ഷൻ, നമുക്ക് ദ്വിഭാഷികളുടെ ഒരു കുറവ് നമ്മുടെ ജില്ലയിലുണ്ട്. പിന്നെ അവരിൽ തന്നെ പലരെയും ഒരിക്കൽ കിട്ടിയാൽ വീണ്ടും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു തരം പ്രാദേശിക ലേഖകർക്ക് നമ്മൾ കുറച്ചുകൂടി സഹായിക്കാൻ സാധിക്കും തോന്നുന്നു. പുതിയ പുതിയ ലേബർ സെറ്റിൽമെൻറ്റ്സ്, പുതിയ തൊഴിലിടങ്ങൾ, നമ്മളുടെ കാഴ്ചയിൽ കണ്ണിലെത്താത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സഹായം അവരിലേക്ക് അവരുടെ ഭാഷയിൽ സംവദിക്കാനുള്ള സഹായം, ഇതെല്ലാം കൂടി തരണമെന്ന് കൂടി ഞാൻ വിനീതമായി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങളെല്ലാവരെയും വർക്ക്ഷോപ്പിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തെ പറ്റി പറയാൻ നമ്മുടെ ഒരു പാനൽ ഡിസ്കഷൻ നയിക്കാൻ ഏറ്റവും കെൽപ്പുള്ള ഒരു ബഹുമാനപ്പെട്ട DMOനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാറ് ഒരുപാട് കാലം, സാറ് വളരെ ചെറുതായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന റോള് പറഞ്ഞെങ്കിലും സാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തി പോയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തന്നെ ഈ ഒരു ക്രൂഷ്യൽ സമയത്ത് ജില്ലയ്ക്ക് കിട്ടിയതിൽ നമുക്ക് അധികം വളരെയധികം ഒരു സമാധാനവും നന്ദിയും നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസ് ബഹുമാനപ്പെട്ട സാറുള്ള സമയത്ത് തന്നെ ഇവിടെ പറയണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഡോക്ടർ, ഈ 2 ലക്ഷത്തിലധികം സ്റ്റേ ചെയ്യുന്നല്ലോ, അതിൽ 100 പേരെ കണ്ടെത്തി? അല്ല സാർ, അതിൽ 4337 4537 ക്ഷയരോഗ ലക്ഷണമുള്ള ഉണ്ടായിരുന്നു. അതിൽ 4000 പേര് നമ്മൾ നാറ്റ് പരിശോധിപ്പിച്ചു. അതിൽ 99 ന്യൂ ക്ഷയരോഗ, ഈ നോട്ട് ഞങ്ങൾ തരും സാർ, 99 ന്യൂ കേസസ് നമുക്ക് ഈ ഒരു ഡിസംബർ 18 മുതൽ ഈ ഒരു ഇപ്പൊ കഴിഞ്ഞ 17 വരെയുള്ള ഈ കുറഞ്ഞൊരു ദിവസത്തിനുള്ളിൽ കാണാൻ പറ്റി. 501 നമ്മൾ 2024 ട്രീറ്റ്മെന്റ് വിവിധ ഘട്ടങ്ങളിൽ എടുത്തതാണ്. നിലവിൽ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് ഉള്ള 239 പീപ്പിളാണ്. 239 ഇത് ഞങ്ങൾ തരും. ഈ നോട്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഓരോ കോപ്പി. അടുത്തതായി നമ്മുടെ സർക്കാർ വകുപ്പുകളും അതുപോലെ മീഡിയയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. ഞങ്ങൾക്കിടയിൽ ഒരു ബ്രിഡ്ജ് പോലെ, വളരെ ശക്തമായ ബ്രിഡ്ജ് പോലെ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ ബഷീർ ബാബു സാർ ഇവിടെയുണ്ട്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം. കൂടുതൽ സംസാരിക്കുന്നില്ല, 2 കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. ഒന്ന്, മീഡിയയുടെ ഭാഗമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും എന്നെക്കാൾ പരിചയസമ്പന്നരുമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഷെയർ ചെയ്യും. വെറുതെ രസത്തിന് വേണ്ടി പറയാമെന്നുള്ളൂ. ഈ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് അവയർനെസ് ഉണ്ടാക്കാം, ഫോബിയ ഉണ്ടാക്കാം, മാനിയ ഉണ്ടാക്കാം. എൻ്റെ നിഗമനമാണ്. ഭീതിപ്പെടുത്തുന്ന കുറേ ന്യൂസുകൾ പബ്ലിഷ് ചെയ്ത് ആകെ ഭീതി ഉണ്ടാക്കാൻ പറ്റും. കോവിഡ് സമയത്ത് നമ്മളത് ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് നന്നായി ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ പരിധി വിട്ടു നമുക്ക് തോന്നുന്നുണ്ട്. കോവിഡ് രോഗി പോയതിൻ്റെ റൂട്ട് മാപ്പ് എടുത്ത് എത്രയോ ഹോട്ടലുകൾ പൂട്ടിയിട്ടുണ്ട് നമ്മൾ. രാമനേട്ടൻ എൻ്റെ സുഹൃത്തിൻ്റെ വലിയൊരു ഹോട്ടല്, കാലിക്കറ്റ് എയർപോർട്ടിൽ വന്ന ഒരു പേഷ്യന്റ് അവിടെ കയറി ഭക്ഷണം കഴിച്ച് അത് അടപ്പിച്ചു. അന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പം ആരോഗ്യവകുപ്പിനെ അല്ലെങ്കിൽ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു കോവിഡ് രോഗി നടന്നുപോയ റോട്ടിൽ ഡെറ്റോൾ തെളിച്ച കുട്ടിയുടെ ഫോട്ടോ വാർത്തവും നമ്മൾ വലിയ കൊട്ടിഘോഷിച്ച് കുറച്ച് കാലം. ഇതൊക്കെ നമുക്കൊരു ഫോബിയ ഉണ്ടാക്കാം. അതുകൊണ്ട് അതൊരു പരിധി വരെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റി എന്നുള്ളത് ശരിയാണ്, ആ ഒരു അവയർനെസ് ഉണ്ടാക്കിയതുകൊണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വലിയ അവയർനെസ് കൊടുക്കാനും പറ്റുന്നില്ല. ഇപ്പം ഞാൻ സർവീസിൽ വന്ന് കുറച്ച് കാലമൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നില്ല. അപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട്. ചിലതൊന്നും നടക്കൂല, ചിലത് പെർമിഷൻ കിട്ടൂല, ചിലത് പെർമിഷൻ കിട്ടിയാലും നമ്മൾ ഉദ്ദേശമാതിരി ആകൂല. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യും. ഇപ്പം ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഈ ഡെങ്കിപ്പനി ബാധിച്ചിട്ട് കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ട് മരിച്ചു. അപ്പോൾ അത് വളരെ അവയർനെസ് ഉണ്ട്. അപ്പം ഞാനൊരു ദിവസം വാർത്ത കൊടുത്തു, കൊതുക് കടിയേറ്റ് ജില്ലയിൽ 5 പേർ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് മരിച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ കൊടുക്കുക, പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. കൊതുക് കടിയേറ്റ് ജില്ലയിൽ 5 പേർ മരിച്ചു എന്ന് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു. ഒരു 2 പത്രങ്ങളിൽ മാത്രമേ ആ ടൈറ്റിൽ വന്നുള്ളൂ, വേറെ പത്രങ്ങളിലൊന്നും ആ ടൈറ്റിൽ വന്നില്ല. ചിലരൊക്കെ വിളിച്ചു ചോദിച്ച് ഇത് കൊടുത്താൽ എന്താ സംഭവം. സത്യത്തിൽ കൊതുക് കടിച്ചിട്ടാണ് ഈ ഡെങ്കു എന്ന് പറഞ്ഞ അസുഖം വരുന്നത്. മരിക്കുന്നതും അതിൻ്റെ സിംറ്റംസ്, പാമ്പ് കടിച്ച് മരിക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ മരിക്കുന്നത്. അതുപോലെ ഞാൻ മുമ്പൊരിക്കൽ ഈ പക്ഷിപ്പനിയൊക്കെ ഉണ്ടായപ്പോൾ ഈ ചിക്കൻ പാതി വേവിച്ച് കഴിച്ചാൽ പണി കിട്ടും എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കും. അതായത് ചിക്കൻ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാനുള്ള ചിക്കൻ നന്നായി വേവിച്ച് കഴിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ മനസ്സിലാക്കണം. അപ്പം അതൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വന്നു. ചിലത് അങ്ങനെയാണ് കവർ ചെയ്ത് വരില്ല. അപ്പം നമുക്ക് മീഡിയക്കാർ ഉദ്ദേശിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും, അവയർനെസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ നമുക്കൊരു പൊതുവെ ഒരു ട്രഡീഷണൽ
സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ പറയാൻ പറ്റുള്ളൂ, ചിലതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ വിളിക്കിട്ട് പലരും വിളിക്കുന്ന ആളുകളൊക്കെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ചിലത് നമ്മളോട് കുത്തിച്ചു വയ്ക്കും. അപ്പോൾ നമുക്കത് അങ്ങനെ അങ്ങോട്ട് പറയാനും കഴിയില്ല. അപ്പം എന്താണെങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ TB അതുപോലുള്ള രോഗങ്ങളൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇത് മറ്റു സ്റ്റേറ്റിലൊന്നും പറ്റില്ലല്ലോ. ഒന്ന്, പത്രം ഇപ്പോഴും കുറേ ആളുകൾ വായിക്കുന്നുണ്ട്, ടെലിവിഷൻ ചാനലുകൾ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ എത്ര പണം ചെലവഴിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത് 10 മില്യൺ വ്യൂസ് ആളുകൾ കാണും. അതിനേക്കാൾ നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു വീഡിയോ PRDO ആരോഗ്യവകുപ്പ് ഉണ്ടാക്കി അതിന്റെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കി 434, 312 അല്ലേ. ഞാനിത് പലപ്പോഴും ഈ ഒബ്സർവ് ചെയ്യണം. അപ്പൊ ലൈവ് പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തന്നെ എത്ര ചെലവഴിച്ചിട്ടായിട്ട് ചില പ്രോഗ്രാമൊക്കെ നമ്മൾ ലൈവ് ചെയ്യാന്ന് പറയും. അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ എത്ര ആൾ കാണും നമ്മൾ നോക്കും. ഒന്ന് ഞാൻ കാണുന്നുണ്ടാവും, കാരണം ഞാനാണല്ലോ സ്ട്രീം ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ എൻ്റെ ഓഫീസിലെ സുമ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 4 ആൾ കാണുന്നുണ്ടാവും. അതേ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത കാര്യം ലൈവ് ചെയ്യുകയാണെങ്കിൽ എത്ര ആളുകൾ കാണാനുണ്ടാവും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടം. അത് സമൂഹം അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് എന്തായാലും പറ്റും. ഇപ്പൊ നമ്മൾ ഈ ദുരന്ത സമയത്തൊക്കെ ഇപ്പൊ ഞാൻ ഒരുപാട് ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ജില്ലയിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. ഇപ്പൊ നിലവിൽ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി സ്റ്റേ ഓർഡറിന്റെ പുറത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും ജോലി ചെയ്യാന്നുള്ളതുള്ളൂ. അതങ്ങനെ ജോലി ചെയ്യണം, സത്യസന്ധമായി ജോലി ചെയ്യുക, ആത്മാർത്ഥമായി ജോലി ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ജോലി ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു മീഡിയ പ്രവർത്തകരുള്ള ഒരു ജില്ല വയനാടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടീമായിട്ട് ഈ TB ആണെങ്കിലും അതുപോലെ എന്ത് അസുഖങ്ങളാണെങ്കിലും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അതുപോലെ ലഹരി, ഇപ്പൊ അത് ചേർത്ത് പറയേണ്ട ഒരു കാര്യം. ഇപ്പൊ ലഹരി ഇപ്പോ മീഡിയ എല്ലാവരും ഏറ്റെടുത്ത് വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമുണ്ട്. ഫലം പറഞ്ഞപ്പോൾ താമരശ്ശേരിയൊക്കെ ബോർഡുകളൊക്കെ നശിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അതിന്റെ പിന്നിലുള്ള ആളുകളൊക്കെ പിന്നെ ഏകോത്തരവ് ഏൽപ്പിച്ചു, ഇതൊക്കെ ഉണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് PRD ഡയറക്ടർ പറഞ്ഞു, സ്റ്റേറ്റിൽ മൊത്തം നടപ്പിലാക്കാവുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് സബ്മിറ്റ് ചെയ്യണം. അതിന്റെ A to Z സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ. ഇപ്പൊ ഈ താമരശ്ശേരിയുടെ സംഭവമൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളിതൊക്കെ ഒരു പ്രൊജക്റ്റ് കൊടുത്ത് ഇതിന്റെ പിന്നിൽ നമ്മൾ കുറെ പ്രവർത്തിക്കുമ്പോൾ പല ഭാഗത്തും അറ്റാക്ക് വരും. അങ്ങനെ പേടിച്ചിരിക്കാനും കഴിയില്ല. അപ്പൊ മീഡിയക്കാര് പലപ്പോഴും ജോലി ചെയ്യുന്നതും വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ്. വയനാട് ജില്ലയിൽ നമുക്ക് ഈ പിന്നെ TB രഹിത ജില്ല, ഈ TBയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുകവലിയുള്ള ആളുകൾ TB ആണോ പുകവലിച്ചിട്ടുള്ള ചുമയാണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പൊ മലപ്പുറത്ത് ഒരു കുടുംബത്തിൽ 3 ആളുകൾ മരിച്ചു. 3 ആളുകൾ, ജ്യേഷ്ഠാനുജന്മാര് 3 ആളുകൾ മരിച്ചു. അപ്പൊ പിന്നെ അതിൽ 2 ആളുകൾ കൂടെ ജീവിക്കും. അപ്പൊ അവര് ഒരാളുടെ മകൻ എന്നെ കോണ്ടാക്ട് ചെയ്ത്, അപ്പൊ എന്തോ സംഭവം എന്ന് വെച്ചാല് TB വന്നിട്ടുണ്ട്, പക്ഷെ ഇവര് നല്ല പുകവലിക്കാരാണ്. അപ്പൊ ഒരു കുടുംബത്തില് 3 ആള് മരിച്ചപ്പോഴാണ്, അതും ഒരു വർഷത്തിനിടയിൽ 3 ആള് മരിച്ചപ്പോഴാണ് ബാക്കിയുള്ള 2 ആളുകൾക്ക് പുകവലി നിർത്തണം തോന്നുന്നത്. മനസ്സിലായി? അപ്പൊ ഒരു പേടി വരുമല്ലോ, ഒരു പാനിക് ആവുമല്ലോ. അപ്പോൾ ക്ഷയരോഗം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ടെസ്റ്റിന് ആളുകൾ വിധേയരാകാത്ത ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. അത് എല്ലാ ജില്ലയിലും ഉണ്ട്. ഇവിടെ കുറച്ചും കൂടെ അതിന്റെ റേറ്റ് കൂടും. അപ്പൊ അതൊരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ നമുക്കൊരു അവയർനെസ് കൃത്യമായിട്ട് ഉണ്ടാക്കി ഇത് ഫോളോ അപ്പ് നടത്തി ആരോഗ്യവുമായി സഹകരിച്ച് നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അതിലൂടെ പിന്നെ ഉള്ള ഒരു പ്രശ്നം നമുക്ക് തന്നെ ചില വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളികളിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പ്രായമുള്ള ആളുകൾ ഇങ്ങനെ ചുമച്ച് അസ്വസ്ഥരാകുന്നതും ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്നതൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ ശരിക്കും കൃത്യമായി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, ഇവരെ ക്ഷയരോഗത്തിന് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ അതൊക്കെ അവരുടെ കുടുംബാംഗങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ടെസ്റ്റ് നടത്തിയ ആളുകളുണ്ടാവും, ഇല്ലാത്ത ആളുകളുണ്ട്. പണ്ട് ക്ഷയരോഗം വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മരിക്കും, അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരിക്കും. ഇപ്പൊ അങ്ങനെ മരിക്കൂല. എല്ലാ പിന്നെ ചികിത്സാ സാധ്യതകളും ഉണ്ട്. ഈ ചികിത്സാ സാധ്യതകളില്ലാത്ത രോഗം, ഇപ്പൊ എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾ മരിക്കണ ക്ഷയരോഗം മൂലമായിരിക്കും എനിക്ക് തോന്നുന്നു. കോവിഡ് പേഷ്യന്റ് കാലഘട്ടത്തിൽ മരിച്ച ആളുകളെക്കാൾ എത്രയോ 10 മടങ്ങ് ഈ ക്ഷയരോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മുടെ മീഡിയയുടെ ഒരു റോള് നമുക്ക് നിർവഹിക്കാൻ പറ്റണം. ഞങ്ങളുടെ ടീമിന്റെ എല്ലാ ഒരു സപ്പോർട്ടും ഇതിനുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ ഈ 3 പത്രസമ്മേളനം കഴിഞ്ഞ് വളരെ റിസ്ക് എടുത്തു വന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത മീഡിയ പ്രവർത്തകരെ എല്ലാവരെയും ഞാൻ എൻ്റെ പേരിലും അതുപോലെ ഇൻഫർമേഷൻ്റെ പേരിലും നന്ദി കൂടി അറിയിക്കുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
നമ്മുടെ ഇനാഗുറൽ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് പാനൽ ഡിസ്കഷനിലേക്ക് പോകാം. ഉദ്ദേശിക്കുന്നത് TB-യുമായി ബന്ധപ്പെട്ട് 2 എക്സ്പെർട്ടുകൾ ഇവിടെ ഉണ്ട്. കൂടാതെ അവര് നിങ്ങൾക്ക് ഇൻപുട്സ് തരും. വേദിയിൽ ഉത്സാഹത്തിലുമുള്ള ശിഷ്ടമൊക്കെയാണ് ഒത്തിരി വൈകിതുകൊണ്ട് ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ 2002 തൊട്ട് ഡിസ്ട്രിക്ട് TB സെൻ്ററിൽ TB ഓഫീസറായിരുന്നു 5 വർഷത്തോളം. പിന്നീട് ശ്വാസകോശ രോഗ വിഭാഗത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് കോഴിക്കോട് പോയി. വീണ്ടും തിരിച്ചു വയനാട്ടിൽ വന്നു. വീണ്ടും ഒരു 3-4 വർഷത്തോളം TB സെൻ്ററിൽ കോവിഡിൻ്റെ സമയത്ത് TB സെൻ്ററിൽ TB രോഗികളെ പരിചരിക്കാനായിട്ടുണ്ടായിരുന്നു. നിലവിൽ സുൽത്താൻബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ശ്വാസകോശ രോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. TB-യെ പറ്റി പെട്ടെന്ന് ഇവിടെ സ്റ്റേജ് ഓഡിയൻസിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ തോന്നിയൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, ഇത്രമാത്രം മനുഷ്യരെ കബളിപ്പിക്കുന്ന, ഒളിച്ച് കളിപ്പിക്കുന്ന ഒരു രോഗം വേറെയില്ല. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. കാരണം ശ്വാസകോശത്തിന് വലതു ഭാഗത്ത് 3 അറകളും ഇടതു ഭാഗത്ത് 2 അറയുമുണ്ട്. ഇതിൽ ഏതെങ്കിലും 1-2 അറകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളൊന്നും അറിയാൻ പോലില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗാണുക്കൾ ഒരുപക്ഷെ കുറേ നാളുകളോളം നമ്മുടെ ശരീരത്തിൽ ഒളിച്ച് കിടക്കും, വർഷങ്ങളോളം ഒളിച്ച് കിടന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചരിത്രപരമായ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മുടെ ചരിത്രം ഹിസ്റ്ററി ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 6000 വർഷം നമുക്ക് അറിയാവുന്ന തെളിവുകൾ അവശേഷിക്കുന്ന ഹിസ്റ്ററിയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കൃത്യമായ ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല. അതെടുത്ത് നോക്കിയാൽ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും, പല രാജാക്കന്മാരും, പല സാഹിത്യകാരന്മാരും, കവികൾ ഇവരൊക്കെ മരണപ്പെട്ടത് TB കൊണ്ടാണ്. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അതിനേക്കാൾ ഭീതിജനകമായ സംഗതിയാണ്. അപ്പോൾ ഇതിനൊറ്റ സംഗതിയെ ഉള്ളതുകൊണ്ട് ആർക്കും വരാം. കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഏത് മനുഷ്യനെയും ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ TB പിടിക്കാം. കഴിഞ്ഞ ദിവസം ന്യൂസ് വായിച്ചു, കുറച്ച് ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ. നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലെ ഒത്തിരി മൃഗങ്ങളെ ഈ അടുത്തിടയ്ക്ക് ചത്തത് ക്ഷയരോഗം ബാധിച്ച. അതിന് പറയാത്തൊരു കാരണമായിട്ട് ആരോഗ്യവകുപ്പിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ മൃഗശാലയിൽ ജോലി ചെയ്യുന്ന ഒരു വെറ്റിനറി സർജന്റെ വൈഫ് ആണോ അതോ നമ്മുടെ ആരോഗ്യവകുപ്പിലെ സ്റ്റാഫാണ് പറയാം ആ മൃഗശാലയിലെ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ പുലനാർക്കോട്ട TB സെന്ററിലെ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും വെറ്റിനറി ഡോക്ടർക്ക് വിളിച്ചു. വെറ്റിനറി ഡോക്ടർ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് കൊണ്ടുപോയി TB കൊടുത്തു. അപ്പോൾ അടുത്ത ചോദ്യം വരും, TB മൃഗങ്ങൾക്ക് വരാമോ? മൃഗങ്ങൾക്ക് വരാം. ആദ്യമായിട്ട് ലോകത്ത് TB വന്നത് മൃഗങ്ങളിലാണ്. ബൊവൈൻ ട്യൂബർക്കുലോസിസ് പശുക്കളിലാണ് TB വന്നത്. പിന്നീടാണ് അത് മനുഷ്യന് വന്നതിൻ്റെ തെളിവുകൾ നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ ജീവനുള്ള ആരെ വേണേലും TB ബാധിക്കാം. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾക്കൊക്കെ വരാം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് മാറ്റിയെടുക്കാം. ഇത് കണ്ടുപിടിക്കുന്നത് വളരെ കുറവാണ്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പോരായ്മ അതാണ്. മരണം ഒഴിവാക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ, തുടക്കത്തിലെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, തുടക്കത്തിൽ തന്നെ ഏറ്റവും കൃത്യമായി ചികിത്സ കൊടുക്കുക. നമുക്കത് ഉണ്ട് ഇവിടെ, കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അത് ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. പൊതുജനങ്ങൾ മുന്നോട്ട് വരണം. അതിനകത്ത് ആ പൊതുജനങ്ങളെയും ആരോഗ്യവകുപ്പിനെയും കൂടെ ഒന്ന് ലിങ്ക് ചെയ്യുന്ന, ഒന്ന് ബന്ധിപ്പിക്കുന്ന ഒരു പ്രമുഖ റോളാണ് മീഡിയ ചെയ്യുന്നത്. അത് നിങ്ങൾ ആ റോള് വളരെ ആർജവത്വത്തോടും ആക്റ്റീവായിട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ നമുക്ക് ഈ മെസ്സേജ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതർവൈസ് എൻ്റെ വീട്ടിൽ ഞാൻ പത്രം വാങ്ങി വായിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലെ പറ്റാറില്ല, സമയത്തിരക്കുള്ളതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് ഞാൻ എൻ്റെ പത്രം എടുത്ത് വായിക്കും. അപ്പം ജനങ്ങളെ അറിയിക്കുക, ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരിക. അറിയിക്കുക എന്നുള്ളത് മാത്രമല്ല മീഡിയയുടെ ദൗത്യം. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള, അറിയിക്കുക ജസ്റ്റ് ആർക്കും പറഞ്ഞു വിടാം. പറഞ്ഞു വിടുന്നതിൻ്റെ കൂടെ നമ്മൾ ചെലുത്തുന്ന ഒരു സ്വാധീനമുണ്ട്. ഇവരെ ഒന്ന് ലക്ഷണങ്ങളുള്ളവരെ ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ട് രോഗനിർണയം നടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഒരുക്കുക. ചികിത്സ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. രോഗനിർണയം സൗജന്യമാണ്, ചികിത്സ സൗജന്യമാണ്. ചികിത്സയുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളും സൗജന്യമാണ്. ചികിത്സിച്ച് കഴിഞ്ഞാലും വരുന്ന 2 വർഷത്തേക്ക് ഈ രോഗികളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് പിന്നീടാണെങ്കിലും ഗുണം മാറിയോ, വീണ്ടും ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഡോക്ടർ അജിത്തിന് തന്നെ പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം ഞങ്ങൾ 2 പേർ, വേറെ 3-4 ഡോക്ടർമാരുണ്ടെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ 2 പേര് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷമായ സാഹചര്യം TB-യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇന്ത്യയിലെ ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അത് കേരളമാണ്. കാരണം നമ്മുടെ ശരാശരി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത് നമ്മുടെ സംസ്ഥാനമാണ്. അത് നമ്മുടെ വയനാട്ടിലേക്ക് എടുക്കുമ്പോൾ
അതിലൊരു റിസ്ക് കൂടി കൂടുകയാണ്. നമ്മുടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രൈബൽ പോപ്പുലേഷൻ കൂടി തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ വയനാട്. അപ്പോൾ അതുകൂടെയാണ് നമ്മുടെ വയനാട്ടിൽ TB എലിമിനേഷൻ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ. പിന്നെ നമുക്ക് ഇതുവരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ TB ഇൻഫെക്ഷനെയും കൂടി ഡീൽ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ TB ഡിസീസിനെ ആയിരുന്നു നമ്മൾ ഇത്രയും കാലം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ TB ഇൻഫെക്ഷനെയും കൂടെ കണ്ടുപിടിച്ച് അതിനെയും കൂടി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പോളിസിയാണ് നമ്മളിപ്പോൾ നാഷണൽ ലെവലിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. TB ഇൻഫെക്ഷൻ TB ഡിസീസ് രണ്ട് വ്യത്യാസമാണ്. TB ഡിസീസ് പറഞ്ഞാൽ രോഗിക്ക് രോഗലക്ഷണങ്ങളുണ്ടാവും. രോഗലക്ഷണങ്ങൾ നമുക്കറിയാം, 2 ആഴ്ചയിലധികം നീണ്ടുന്ന ചുമ, പനി, രാത്രികാലങ്ങളിലുള്ള പനി, ശരീരത്തിന് ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെ കാണുന്ന തടിപ്പുകൾ, അങ്ങനെ പല ലക്ഷണങ്ങളായിട്ടാണ് TB രോഗികൾ നമ്മളെടുത്ത് വരിക. ഈ ലക്ഷണങ്ങളുള്ളവർ TB രോഗികളാണ്. എന്നാൽ ഇത് അല്ലാത്ത വേറെ ഗ്രൂപ്പുണ്ട് TB ഇൻഫെക്ഷൻ ഉള്ളത്. ഞാൻ മിക്കവാറും TB ഇൻഫെക്റ്റഡ് ആയിരിക്കും, അവരും സാർ മിക്കവാറും TB ഇൻഫെക്റ്റഡ് ആയിരിക്കും, ആരോഗ്യ പ്രവർത്തകർ ഒരുവിധം എല്ലാവരും TB ഇൻഫെക്റ്റഡ് ആയിരിക്കും. പക്ഷെ അവർ TB അസുഖമുള്ളവരല്ല. എന്നുവെച്ചാൽ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കാരണം നമ്മുടെ ഉള്ളിലേക്ക് കയറിയ TB അണു അതിൽ ഡോർമെൻ്റ് ആയിട്ട്, അതായത് ഒരു നിദ്രാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയാണ് TB ഇൻഫെക്ഷൻ. നമ്മുടെ ഇമ്മ്യൂണിറ്റി എപ്പോഴെങ്കിലും അത് താഴ്ന്ന് വരികയാണെങ്കിൽ ഈ TB അണു മൾട്ടിപ്ലൈ ചെയ്ത് TB ഡിസീസിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനമായ രോഗലക്ഷണങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 2 ആഴ്ചയിലധികം നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ചുമയിൽ കാണുന്ന കഫത്തിൽ കാണുന്ന രക്തത്തിൻ്റെ അളവ്, പിന്നെ ശരീരത്തിലെ ഭാരക്കുറവ്, വിശപ്പില്ലായ്മ തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ രോഗലക്ഷണങ്ങൾ. Can be manifested. So we will see to that. We will try to notify the government as well. We'll see to that we fight against it also. Thank you. ഡോക്ടർ സ്മിത കിഷൻ നിങ്ങളുടെ ഈ ഡിസ്കഷനിലേക്ക് നിങ്ങളുടെ ഒരു ഇൻപുട്ട് കൂടിയാണ് ഇനി വേണ്ടത്. മൈക്ക് നിങ്ങൾക്ക് കൈമാറാം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞില്ലേ, പ്രായപൂർത്തിയായവർക്കിടയിൽ പോഷകാഹാരക്കുറവ് ഇത് വലിയ കുറവുകളുടെ മാൽനറിഷ്ഡ് ആയവരില്ലേ, നമ്മളിപ്പോൾ ഏതിടത്ത് ഓഡിറ്റ് നടത്തും നമ്മുടെ ആരോഗ്യ വകുപ്പ്. അത് പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങൾ മൂലമുള്ള മരണത്തിന് നമുക്ക് TBക്ക് ഒരു 70 ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യനെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വളരെ കോമൺ പോയിൻ്റായി കണ്ട ഒരു കാര്യം, ഈ നമ്മളുടെ അഡൾട്ടായ ആളുകളിൽ തൂക്കക്കുറവും മാൽനറിഷ്മെന്റ് നമുക്ക് പറയാം. കാരണം പ്രകടമായ തൂക്കക്കുറവ് അതുപോലെ ഉള്ള ആളുകളിൽ അവരെ രോഗത്തിന് അതായത് ആ രോഗത്തിന് കീഴടങ്ങുന്നു, മരണം അവർക്ക് സംഭവിക്കുന്നുണ്ട്. ഈ മരിച്ച ആളുകളുടെയൊക്കെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത് തൂക്കം ചിലർക്കൊക്കെ 25 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സ്വാഭാവികം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഉന്നതികളിലെ മൂപ്പന്മാരുടെ 2 മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ബത്തേരിയിലെയും വൈത്തിരിയിലെയും താലൂക്കുകളിലുള്ള എല്ലാ ഉന്നതികളിലെയും മൂപ്പന്മാരുടെ യോഗങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അത് നടത്തിയതിലും മൂപ്പന്മാർ വളരെ കൺസേൺഡായി പറഞ്ഞ കാര്യം, ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വരുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കില്ല, പ്രത്യേകിച്ച് യൂത്ത്, പ്രത്യേകിച്ച് ലേഡീസും അതെ, പ്രഗ്നൻറ്റ് പീപ്പിൾ ഓൾസോ. അപ്പോൾ ഇവർ ഓൾറെഡി മെലിഞ്ഞ് വരുന്ന അതാണെന്ന് അവരുടെ കുടുംബക്കാർ വരെ കരുതും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു കുട്ടി വല്ലാണ്ട് മെലിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കും. പക്ഷെ ആ ഒരു കൺസേൺ അവരുടെ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്ന് വരാത്തതിൻ്റെ റീസൺ മൂപ്പന്മാർ പറഞ്ഞത് അതാണ്. അപ്പോൾ അവർ പറഞ്ഞത് യൂണിവേഴ്സലായിട്ട് എല്ലാവരെയും സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ്. ഉന്നതികളിൽ എല്ലാവരെയും നമ്മൾ സ്ക്രീൻ ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ സാറുമാരും പറഞ്ഞു ലേറ്റന്റ് TB ഉള്ള ആൾക്ക് നമ്മൾ ഫുൾ വിസയൊക്കെ സെറ്റപ്പ് ആയാലും TBൻ്റെ ടെസ്റ്റിൽ ലേറ്റന്റ് TB കണ്ടിട്ട് വിസ ക്യാൻസലായ കുട്ടികൾ ഇവിടെ ഉണ്ട്, നമ്മുടെ ജില്ലയിലുണ്ട്. നമ്മളുടെ ആളുകൾ ഭയങ്കര, നിങ്ങൾക്കറിയാലോ, ഒരു പുറത്തേക്കൊക്കെ പോകാൻ നമ്മൾ അത്രയും സ്ട്രെസ് എടുത്തായിരിക്കും ആൾക്കാർ, അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിച്ചിട്ട് അവർക്കൊരു ലക്ഷണമില്ല. ഈ ലേറ്റന്റ് TBയും ഇപ്പോൾ ഒരു പുതിയ ഒരു വസ്തുതയാണ്, നമ്മൾ പുതിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ TB വന്ന ആളുടെ വീട്ടിലെ കുട്ടികൾ, അത് അവർക്ക് നമ്മൾ പീഡിയാട്രിക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രൊഫൈലാക്സ് കൊടുക്കുന്നു. അതിനെപ്പറ്റി ഡോക്ടർമാർ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും.
അത് പലർക്കും അറിയാത്തവരുണ്ട്. അപ്പൊ അവര് കുഞ്ഞുങ്ങളിലേക്ക് ഇത് വരാം, കുഞ്ഞുങ്ങൾ കൂടുതൽ വൾനറബിൾ ആണ്. അതേപോലെ നേരത്തെ സാറ് ചോദിച്ച മാതിരി ഓൾറെഡി മാൽനറിഷ്ടായ ആളുകളിൽ ഈ അസുഖം വന്ന പിന്നെ ഏതൊരു രോഗവും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഭാരത ജനതയുടെ ആകത്തുകൊക്കെ എടുത്താൽ 40% ആളുകളിലും TB രോഗാണ് ചിലപ്പോൾ കാണും. പക്ഷെ ആ രോഗാണ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് രോഗം വരുന്നത് രോഗാണ് നമ്മളിലേക്കാളും നമ്മളുടെ എല്ലാ രോഗപ്രതിരോധ ശേഷിയെയും അതിക്രമിച്ച് കിടക്കുമ്പോഴാണ്. ദാറ്റ് മീൻസ് മാൽനറിഷ്മെന്റ് ആണ് TBയുടെ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കൂട്ടുന്നതിൻ്റെ മെയിൻ റീസൺ. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാതുരത, രോഗമായിരിക്കുന്ന അവസ്ഥ, മോർട്ടാലിറ്റി മരണം. ഈ രണ്ടും കൂട്ടുന്നതിൽ ഏറ്റവും പിവട്ടൽ റോളുകൾ എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മാൽനറിഷ്മെന്റ് ആണ്. അത് നമ്മൾ ഹെൽത്തിൽ എന്ത് ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിയാലും മാൽനറിഷ്ടായ ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാന്നുള്ള യൂണിവേഴ്സലി അംഗീകരിച്ച കാര്യം. അതുകൊണ്ട് ജനങ്ങളുടെ പോഷകാഹാരക്കുറവ് കണ്ടെത്തുക, വിളർച്ച കണ്ടെത്തുന്ന വിവാ ക്യാമ്പയിൻ പോലെയുള്ളതിലേക്ക് പോകുമ്പോഴൊക്കെ ഈ ആളുകളെ നമുക്ക് കൂടെ കിട്ടുന്നേ. അപ്പോൾ അതാണ് നേരത്തെ ഇപ്പോൾ ഡോക്ടർ പെൻ്റെ നേതൃത്വത്തിൽ, പ്രിയ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മളൊരു കാർഡടക്കി നോക്കിയിട്ടാണ് ഈ 2.46 ലക്ഷം പീപ്പിളിനെ കണ്ടതും അതിൽ 4537 പേർക്ക് TB ലക്ഷണം കണ്ടതും അതിൽ നിന്ന് 99 പോസിറ്റീവ്. നിങ്ങൾ ആലോചിച്ചൊക്കെ 2 months ഉള്ളിലാണ്. മറ്റും നമുക്കൊരു 1 year എടുത്തിട്ടാണ് 239 ന്യൂ കേസ് വരുന്നത്. ഇത് വിത്തിൻ 2 months നമ്മൾ ഇൻറ്റൻസീവ് ക്യാമ്പയിനില്ല, ക്യാമ്പയിൻ 24th കഴിയാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളത് ഈ ക്യാമ്പയിൻ മോഡിൽ ഇനിയും പോകണം. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീഡിയ കുറച്ചും കൂടെ ഈ ലേറ്റന്റ് TB അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി പുതിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചെഴുതുന്നത് കൂടി നല്ലതായിരിക്കും എന്നുള്ള ഒപ്പീനിയൻ ഉണ്ട്. സാർ ചോദിച്ച അതിനുള്ള ആൻസർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചു വളരെ നന്നായി. കാരണം എന്താ അറിയോ, എനിക്ക് തോന്നി വർക്ക്ഷോപ്പിന്റെ കാതലായ അംശം തന്നെ വയനാട് ജില്ലയിലുള്ള പ്രശ്നങ്ങൾ, വയനാടിൽ എന്തുകൊണ്ട് TB ഡയഗ്നോസിസ് എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു, എന്തുകൊണ്ട് മാൽനറിഷ്ഡില് TB ഡെത്ത് കൂടുന്നു, ലേറ്റ് ഡയഗ്നോസ് ആയാലും ഡെത്ത് വരുന്നു എന്നുള്ളൊരു വസ്തുത യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കുന്നുമില്ല കേട്ടോ. നമ്മൾ ഡെത്തോട്ട് കൃത്യമായിട്ട് ഇത് എഴുതുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കണക്കിലിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇത് ഇനി പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, എനിക്ക് നമ്മളെ ഒരു ഫീഡ്ബാക്ക് വേണ്ടത് ഈ കാര്യത്തിലാണ്. നിക്ഷയ് മിത്ര എന്ന് പറയുന്നത്, നിക്ഷയ് മിത്ര നമുക്കിവിടെ ഇപ്പോൾ അത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഈ ജില്ലയിൽ മുഴുവനായിട്ട് കൊടുത്തത്. എനിക്ക് ഈ മൈക്ക് ഫ്ലോറിലേക്ക് തരാൻ തോന്നി. ഇവിടെ ഒരു മൈക്കുണ്ട്. നമുക്ക് ഇപ്പം CSRന്റെ ഭാഗമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ എല്ലാ പേഷ്യൻസിനും ഓരോ മാസം 1000 രൂപ വരുന്ന ഒരു ന്യൂട്രീഷൻ കിറ്റ് നൽകുന്നുണ്ട്. അതിന്റെ പുറമെ നമുക്ക് ഈ 100 ദിന ക്യാമ്പയിൻ പീരിയഡിൽ നമുക്ക് 22 അധികം നിക്ഷയമിത്രകളെ കിട്ടി. അത് സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥര്, അതേപോലെ അസോസിയേഷൻ, ഹോട്ടൽ ഉടമകൾ, അങ്ങനെ. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ മീനങ്ങാടി പഞ്ചായത്ത്. മീനങ്ങാടി പഞ്ചായത്ത് തന്നെ ഒരു നിക്ഷയമിത്രയായിട്ട് അവരുടെ എല്ലാ TB രോഗികൾക്കും നമുക്ക് പാല്, മുട്ട, പ്രോട്ടീൻ പൗഡർ എന്നുള്ള രീതിയിൽ കൂടെ നൽകി വരുന്നുണ്ട്. അപ്പോൾ അവർ നിക്ഷയമിത്രയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു നിക്ഷയമിത്ര എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മിനിമം കാര്യം പറയുന്നത് 6 മാസമെങ്കിലും നമ്മൾ ഒരു പേഷ്യന്റിനെങ്കിലും മിനിമം സപ്പോർട്ട് ചെയ്യുക, മിനിമം 6 മാസമെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിൻ്റെ ഒരു ബേസ് ലൈൻ ആയിട്ടുള്ളത്. പോഷകാഹാരം നമുക്ക് മന്ത്ലി ആണ് ഇപ്പം നമ്മൾ ജില്ലയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മീനങ്ങാടി പഞ്ചായത്താണെങ്കിൽ അവർ ഡെയിലി നൽകുന്നുണ്ട്, പാലുമുട്ടയൊക്കെ ഡെയിലി നൽകുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളിപ്പം പലയിടത്തുനിന്നും ഇപ്പം പനമരം പഞ്ചായത്ത്, പനമരത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്നിട്ട് സ്റ്റാഫ് കൗൺസിലിന്റെ ഭാഗമായിട്ടും അവർ ന്യൂട്രീഷൻ കിറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പല പഞ്ചായത്തുകളിലും നമ്മുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു നിക്ഷയമിത്ര എന്നുള്ള രീതിയിൽ നമ്മുടെ പേഷ്യൻസിന് സഹായം കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ പനമരം പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, നേരത്തെ TBയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത എടുക്കാൻ വേണ്ടി പോയ സമയത്ത് പനമരം പഞ്ചായത്തിലെ ചില ആദിവാസി ഉന്നതികളിലൊക്കെ TB ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥ അന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നു. പ്രായമായിട്ടുള്ള ആളുകളും യുവാക്കൾക്കിടയിലൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടിങ് ഇല്ല എന്ന് ട്രൈബൽ വിഭാഗത്തിലെ ആളുകൾ നമ്മളോട് അന്ന് പറഞ്ഞിരുന്നത്, നമ്മൾ വാർത്തയാക്കുകയും ചെയ്തതാണ്. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് സപ്പോർട്ട് ഉണ്ട്, ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിലൊന്നും ഒരു തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടില്ല എന്ന് അവിടുന്ന് അവർ പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് പഞ്ചായത്തുകളിൽ എത്ര ആദിവാസി ഉന്നതകളിൽ ഇത്തരത്തിലുള്ള
ട്യൂബർക്ലോസിലുള്ള പേഷ്യൻസ് ഉണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു കണക്ക് നിങ്ങൾക്കുണ്ടോ? അതെ, അത് കൃത്യമായിട്ട് നമുക്കുണ്ട്. നമുക്കിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇപ്പം ഈ 239 പറഞ്ഞു. അതിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട എത്ര ആൾക്കാരുണ്ടെന്നുള്ളതുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മളിപ്പോൾ ഈ ന്യൂട്രീഷൻ കിറ്റ് എന്ന് പറഞ്ഞ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ട്രൈബൽ വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ പേഷ്യൻസിനും നമ്മൾ ന്യൂട്രീഷൻ കിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ പനമരം പഞ്ചായത്തിലായിരുന്നു നമ്മുടെ 100 ഡേ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ കേസുകൾ കണ്ടുപിടിച്ച ഒരു പഞ്ചായത്ത് പനമരം പഞ്ചായത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത്. ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ നമുക്ക് 6 പുതിയ കേസ് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ സ്റ്റാഫ് തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള 6 കേസ് കിട്ടി. അല്ലാതെയുള്ള കേസുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്ത്. പിന്നെ അതല്ലാതെ പൂതാടി, അവിടെയൊക്കെ തിരുനെല്ലി, അവിടെ നിന്നൊക്കെ നമുക്ക് കൂടുതൽ കേസുകൾ കിട്ടുന്ന പഞ്ചായത്തുകളാണ്. പിന്നെ നമുക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ പകുതി കൂടുതൽ. നമ്മളിപ്പോൾ ടോട്ടൽ പേഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ പകുതി കൂടുതൽ ആൾക്കാരും നമുക്ക് ആ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്. പനമരം പഞ്ചായത്തില് കാപ്പിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് 2 ആളുകൾ ഡെത്തായിരുന്നു കഴിഞ്ഞ വർഷം TB ബാധിച്ചിട്ട്. അവിടെയൊക്കെ പോയപ്പം അവരുടെ ശുചിത്വമില്ലാത്ത ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഇടപെടൽ നടത്തുകയാണെങ്കിൽ ഈ TB പകരുന്നത് കുറയ്ക്കാനൊക്കെ സഹായിക്കില്ലേ? അതുപോലെ തന്നെ മരണത്തിലേക്ക്. അതെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ TB എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഡിസീസ് എന്നുള്ള ഒരു രീതിയിലാണ്. പല ഫാക്ടേഴ്സ്, ഇപ്പം മാഡം പറഞ്ഞ പോലെയും പല ഫാക്ടേഴ്സ് ആക്ച്വലി നമ്മുടെ ഈ TB വരാനും അത് മൂർച്ഛിക്കാനും ഒക്കെ ഉള്ള പല ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്ക് വരുന്നത് നമുക്കറിയാം, ബാക്ടീരിയ വെച്ചിട്ടാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. പക്ഷേ അത് അല്ലാതെ തന്നെ നമുക്കിപ്പം ഈ മാൽ ന്യൂട്രീഷൻ ഉള്ളവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓവർ ക്രൗഡിങ്, ഒരുപാട് പേര് തിങ്ങി പാർക്കുന്ന ഇതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ലോ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലും അതേപോലെ അൺഹൈജീനിക് ആയിട്ടുള്ള അവരുടെ ജീവിത നിലവാരവും ഇതൊക്കെ കുറവാണെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ സോഷ്യൽ ഫാക്ടേഴ്സും കൂടി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് നമുക്കിപ്പോൾ കളക്ടറിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ ക്വാർട്ടറിലും TB ടാസ്ക് ഫോഴ്സ് മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ LSTDൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ശുചിത്വ മിഷൻ ആണെങ്കിലും നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലായിടത്തും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് നമുക്ക് ഈ ഒരു സോഷ്യൽ ഡിസീസ് ആയിട്ടുള്ള ഒരു TBനെ നമുക്ക് പിടിച്ചു കെട്ടണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്താലാണ് പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇൻപുട്ടും നമ്മൾ TB ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഏരിയകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ സ്ക്രീനിങ് എല്ലാവരെയും സ്ക്രീൻ ചെയ്യുക, ലക്ഷണമുള്ളവരെ മാത്രമല്ല. അതുകൊണ്ട് കൂടിയാണ് ഇപ്പം ഈ 100 ദിനത്തിൽ നമ്മൾ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഉള്ളവർ, പ്രഷറുള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവർ, മുന്നേ TB വന്ന് പോയ ആളുകൾ, അവരുടെ കുടുംബക്കാർ, കുട്ടികൾ, ഇവരൊക്കെയാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. പക്ഷേ ഉന്നതികളിൽ നമ്മൾ അല്ലാണ്ട് കാണുന്നവരെയും കൂടെ നോക്കണമെന്ന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മീഡിയ കാണുന്ന കേസുകളുണ്ടെങ്കിൽ ദയവീന്ന് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു SMS ഇട്ടാൽ മതി, നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. താങ്ക് യു. ഒരു 5 വർഷത്തെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ വർദ്ധിക്കുകയാണോ അതോ കുറയാണോ ചെയ്യുന്നത്? നമ്മുടെ TB എലിമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റിംഗ് കൂട്ടുകയും നമ്മുടെ നമ്പർ ഓഫ് കേസസ് കുറഞ്ഞു വരികയാണ് ഐഡിയലി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ടെസ്റ്റിംഗ് ഇപ്പോൾ നമുക്ക് ഒരുപാട് അധികം നമുക്കിപ്പം ടെസ്റ്റിംഗ് കൂടിയിട്ടുണ്ട്. അതേപോലെ നമ്പർ ഓഫ് കേസുകളും നമുക്ക് ഒരു എന്താ പറയുക, ഒരുപാട് കുറവില്ലെങ്കിലും കുറച്ചുകൂടെ ഇപ്പം നമുക്കിപ്പം 501 ആണ് നമുക്ക് കഴിഞ്ഞ വർഷമുള്ളത്. അപ്പോൾ അതിന് മുന്നത്തെ വർഷത്തിലൊക്കെ നമുക്ക് 600, 700 വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നേരിയ രീതിയിലാണെങ്കിലും കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും നമ്മൾ എലിമിനേഷൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇനിയും കുറച്ച് വർഷങ്ങളും കൂടി എനിക്ക് തോന്നുന്നു അത് എടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു കറക്റ്റ് പാതയിലാണ് വരുന്നത്. ടെസ്റ്റിംഗ് കൂടുന്നു, നമ്മുടെ നമ്പർ ഓഫ് കേസുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2030 നമ്മുടെ ടാർഗറ്റ് അല്ലേ? ആ സമയത്തേക്ക് അതെ, അത് നമ്മളെപ്പോഴും ടാർഗറ്റ്
സാറ് പറഞ്ഞ് കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ടാർഗറ്റഡ് ആക്ടിവിറ്റീസിനാണ് ഇംപ്ലിമെൻറ്റിങ് ചെയ്യുമ്പോൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. നമ്മളൊരു അന്നല്ലാത്തോട്ട് ഓടിയിട്ട് കാര്യമല്ലോ. ഒരു 100 മീറ്റർ റേസ് തന്നെ അതിനൊരു ഫൈനൽ ഒരു ഫിനിഷിംഗ് ലൈൻ വെക്കണം. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഈ ഒരു ആസ്പിറേഷൻ ജില്ലയാണ്. മാത്രമല്ല സംസ്ഥാന തലത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ സംസ്ഥാനത്തിൽ ഉള്ള ട്രൈബൽ പോപ്പുലേഷൻ്റെ 36% ഇവിടെയാണ്. മൊത്തം ഇവിടുത്തെ പോപ്പുലേഷൻ്റെ 18% ആയിരിക്കും ട്രൈബലെങ്കിലും സ്റ്റേറ്റ് ആവറേജ് നോക്കിയാൽ 36 നമ്മളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥന ഗോത്രവർഗം എടുത്താലും 19,000 ശിഷ്ട ആളുകൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥന ഗോത്രം തന്നെ നിങ്ങൾക്കും എനിക്കും അറിയാം. ഇതിനകത്ത് നമ്മൾ മേലെ ഗുഹയിൽ നിന്ന് ആളെ ഇറക്കിക്കൊണ്ടുവന്നിരുന്നു നമ്മുടെ ലാൻഡ് സ്ലൈഡ് സമയത്തില്ലേ. അങ്ങനത്തെ ആളുകൾ മുതൽ അഭ്യസ്ത വിദ്യരായർ വരെ ഉന്നതികളിലുണ്ട്. പലതരത്തിലുള്ള സ്ട്രാറ്റ ഈ നമ്മളുടെ ഗോത്രവർഗങ്ങൾക്കിടയിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ കരുതുന്നത് TB വാരിയേഴ്സ് ഉണ്ട്, അതായത് TB സർവൈവേഴ്സ്. അവരെ കൊണ്ട് തന്നെ അവരുടെ ആളുകളോട് സംസാരിപ്പിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു മികച്ചൊരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ അവരെ നമ്മൾ പ്രത്യേകിച്ച് മീഡിയ ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വയനാട് ചുരം കയറി വരുമ്പോൾ തന്നെ ഒരു ബോർഡ് TB വാരിയറുടെ ചിത്രമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള